ഒരു പ്രദേശത്തെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയ മുടികൊഴിച്ചിലിന്റെ കാരണം കണ്ടെത്തി ICMR. സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ബുൽധാന ജില്ലയിലെ ഷഗോൺ താലൂക്കിലെ 15 വില്ലേജുകളിലാണ് ജനങ്ങൾക്ക് അകാരണമായി മുടികൊഴിച്ചിലുണ്ടായത്. തലയോട്ടിയിൽ അതിശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും 3 ദിവസം കൊണ്ട് തന്നെ മുടി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണുണ്ടായിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം 150 പേരെയാണ് ആദ്യത്തിൽ ഇത് ബാധിച്ചത്. പിന്നീട് 400 പേർക്ക് കൂടി ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രദേശവാസികൾ ഇത് ഏതോ അസാധാരണമായ രോഗമാണ് എന്നാണ് കരുതിയിരുന്നത്. ഹിംഗ്ന, ബൊണ്ട്ഗോൺ, ബോട്ട, പഹൂർപൂർണ തുടങ്ങിയ വില്ലേജുകളിലെ ജനങ്ങൾക്കെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിനെ കഷണ്ടി വൈറസ് എന്ന് വിളിച്ചു. കഷണ്ടി വൈറസ് ബാധ മൂലമാണ് ഈ അവസ്ഥയുണ്ടാവുന്നത് എന്ന് അവർ കരുതി. എന്നാൽ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം മോശം വെള്ളവും പോഷകാഹാരക്കുറവും ഫംഗൽ ഇൻഫെക്ഷനും ഊർജ്ജവർദ്ധക വസ്തുക്കളുടെ റിയാക്ഷനും മൂലമായിരിക്കാം ഈ അവസ്ഥ എന്നായിരുന്നു. എന്നാൽ ICMR അവരുടെ പഠനത്തിൽ കണ്ടെത്തിയത് മുടികൊഴിച്ചിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത 15 ഗ്രാമങ്ങളിലെ ആളുകളുടെ രക്തത്തിലും മുടിയിലും സെലീനിയത്തിൻ്റെ അളവ് കൂടുതലാണെന്നാണ്. ഇവരുടെ ശരീരത്തിൽ സെലീനിയം എത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ICMRനും വ്യക്തതയില്ല. സെലീനിയത്തിൻ്റെ സാന്നിധ്യം മുടികൊഴിച്ചിലിന് കാരണമാകും. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ച് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് നടത്തണമെന്ന് മുംബൈ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫ. അരുൺ സാവന്ത് പറഞ്ഞു. ഇനി എങ്ങനെയെല്ലാം സെലീനിയം മനുഷ്യ ശരീരത്തിലേക്ക് എത്താം എന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് നോക്കാം. റിപ്പോർട്ടിൽ പറയുന്ന സാധ്യതകളാണ്: മാംസം, മത്സ്യം, മുട്ട, സെലീനിയം സമ്പന്നമായ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ എന്നിവയിലൂടെയെല്ലാം ലോഹം മനുഷ്യ ശരീരത്തിലേക്ക് എത്താമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പൂർണ്ണ നദിക്കരയിലെ വില്ലേജുകളിലാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രദേശങ്ങൾ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിലും മോശം വെള്ളമാണ്. നേരത്തെ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈ പ്രദേശങ്ങളിലെ വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ സാന്നിധ്യം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഡിസംബറിലാണ് 300-ലധികം പേർക്ക് മുടികൊഴിച്ചിലും കഷണ്ടിയും റിപ്പോർട്ട് ചെയ്തത്. ഗ്രാമങ്ങളിലെ മുഴുവൻ ജലാശയങ്ങളിലും ക്ലോറിനേഷൻ നടത്താൻ അന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. ഗ്രാമവാസികളെ പൊതുചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും കല്യാണാലോചനകൾ മുടങ്ങിയെന്നും പരാതി ഉയർന്നിരുന്നു. ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക.